സ്ത്രീയെ NIA നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം 10 ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു. ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. 2024 കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്ന് NIA ടാഗ് ചെയ്ത ഒന്നൊരു ട്വീറ്റാണിത്. ഒപ്പം ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവച്ചിട്ടുണ്ട്. പറയുന്നത് ജ്യോതി മൽഹോത്രയെ കുറിച്ചാണ്. അന്ന് ആരും അതത്ര കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ പ്രധാനിയാണ് ഹരിയാന സ്വദേശിനി യൂട്യൂബർ ജ്യോതി മൽഹോത്ര. യൂട്യൂബിൽ 3.8 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. 33-കാരിയായ ജ്യോതി റാണി എന്ന ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശിനിയാണ്. പാക് സൈന്യം വളർത്തിക്കൊണ്ടുവന്ന ദീർഘകാലത്തേക്കുള്ള സ്വത്ത്. ജ്യോതിയെക്കുറിച്ച് ഹിസാർ SP ശശാങ്ക് കുമാർ സാവൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ, ഇന്ത്യൻ ഗേൾ എക്സ്പ്ലോറിംഗ് ലാഹോർ, ഇന്ത്യൻ ഗേൾ അറ്റ് കട്ടാസ്രാജ് ടെമ്പിൾ, ഇഷ്ക് ലാഹോർ തുടങ്ങിയ ടൈറ്റിലുകളിലാണ് ജ്യോതി തന്റെ വീഡിയോകൾ യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നത്. 2023 ജ്യോതി ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഈ സമയത്താണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹ്മാനുമായി പരിചയത്തിലായത്. ഇയാൾ പിന്നീട് ജ്യോതിയെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും പരിചയപ്പെടുത്തി നൽകി. ഡാനിഷുമായും ഇയാൾ മുഖേന പരിചയപ്പെട്ട പാക് ചാര സംഘടനയിലെ ഷാക്കിർ എന്ന റാണ ഷഹബാസുമായും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി ജ്യോതി കൈമാറിയെന്നാണ് വിവരം. ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരുന്നു സേവ് ചെയ്തിരുന്നത്. പാകിസ്ഥാന് വേണ്ടി തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുക, ദൃശ്യങ്ങൾ പകർത്തി നൽകുക, പാകിസ്ഥാനെ പുകഴ്ത്തി സൽപ്പേരുണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വ്ളോഗർമാരിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് വിവരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജ്യോതിയും അറസ്റ്റിലായത്. വ്ളോഗർ, ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ജ്യോതിയെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉപയോഗപ്പെടുത്തിയെന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം. സ്ഥിരമായ വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിൽ മാത്രം യാത്ര, ആഡംബര ഹോട്ടലുകളിലെ താമസം, 5 സ്റ്റാർ റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിത ശൈലിയാണ് ജ്യോതിയുടേതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാകിസ്ഥാനിലും VIP പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ജ്യോതിയുടെ സാമ്പത്തിക വളർച്ചയും യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയും യാത്രകൾ നടത്താൻ സാധിക്കുമോ എന്നതുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതേസമയം ഇതെല്ലാം നിഷേധിക്കുകയാണ് ജ്യോതിയുടെ കുടുംബം. മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്രയുടെ പ്രതികരണം.